ഹായ് ഹലോ വെൽക്കം ബാക്ക്. ദിസ് ഈസ് എൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് നയൻ ഐ തിങ്ക്. ടുഡേ ഇപ്പം ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ദിവസത്തെ പറ്റി പറഞ്ഞിട്ടാണ്. ദിവസത്തിൽ ഇപ്പം പ്രധാനമായിട്ട് 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ ഒരു അർപ്പൺ എന്നിട്ടുള്ളൊരു പ്രോഗ്രാമും പിന്നെ ടിങ്കർ ഹാക്കത്തോൺ. അതിൽ അർപ്പൺ നമുക്ക് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ട രാവിലെ ടു ഉച്ച വരെയാണ് ആ പരിപാടി ഉണ്ടായതെന്ന് വെച്ചാൽ ബേസിക്കലി ആ പരിപാടി വെച്ചാൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ കോളേജിൽ ലൈക്ക് ക്ലീനിങ് സ്റ്റാഫ്സ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ അധിക പ്രോഗ്രാമിലും വെച്ചാൽ ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കാരില്ല എന്ന് വെച്ചാൽ. പക്ഷേ നമ്മളിവിടെ കോളേജ് നടക്കുന്ന ഓരോ പരിപാടിയിലും നിശബ്ദമായിട്ടെങ്കിലും പങ്കുള്ള ആൾക്കാർ പല ആദരിക്കാവുന്നൊരു ചടങ്ങാണ് നടത്തിയത്. ഐ തിങ്ക് അത് നടത്തിക്കുന്നതിന് ശേഷം വെച്ചാൽ എന്താ പറയുക, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു. കോളേജിലെ 30C ആണ് പരിപാടി കണ്ടക്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളൊരു 4 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് നമ്മൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഐ തിങ്ക് ആ പരിപാടി വളരെ സക്സസ്ഫുൾ ആയ പരിപാടിയായിരുന്നു. നമ്മളെ ഹോസ്റ്റലിലുള്ള കുക്കും അവരും മറ്റൊക്കെ വളരെ സന്തോഷമാണ് കണ്ടപ്പോൾ. ഒരു സന്തോഷം ഇട്ട എഫേർട്ടൊന്നും വെറുതെ ഇല്ല എന്നുള്ളൊരു തോന്നി. പിന്നീട് പ്രോഗ്രാം തന്നെ ഇന്നത്തെ ടിങ്കർ ഹാക്കത്തോൺ, മീൻസ് ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഹാക്കത്തോൺ. അതും ഐ തിങ്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ 24 hour ആണ് അത്. ഇന്ന് കഴിഞ്ഞിട്ടില്ല, നാളെ അതൊന്നും ഇന്ത്യ. അതിൽ ഞാൻ പിന്നെ അധികം ഇടപെട്ടിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടിയാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ബട്ട് അതിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള ബോയ്സുകളിലും വെച്ചാൽ വുമൺസിന് വേണ്ടി മാത്രമുള്ളതായതുകൊണ്ട് വെച്ചാൽ 24 hour ആണ്. അപ്പോൾ സ്റ്റേ ഒക്കെ ഉണ്ടായതുകൊണ്ട് സെലക്റ്റീവായിട്ടുള്ള ബോയ്സേലുള്ളൂ. ഐ തിങ്ക് അതിൽ ഞാൻ പോയിട്ടില്ല. ദെൻ ഐ നീഡ് ടു സേ ദാറ്റ് സം ടെക് ന്യൂസ്. ഓപ്പൺ ഐയിൽ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെച്ചാൽ പ്രൈവസി, അഡൽട്ട് പ്രൈവസി എന്ന് പറയുക, ടീൻ സേഫ്റ്റി എന്ന് പറയുക ബ്ലൂ പ്രിന്റ് വെച്ചാൽ ഒരു സേഫ്റ്റിയോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെയുള്ള വെച്ചാൽ ഗൂഗിൾ ജെമിനി 3 അപ്ഡേറ്റ്. മേ ബി ഈ അപ്ഡേറ്റ് നോർമൽ യൂസേഴ്സിന് ബാധിക്കുന്നല്ല, ഉപകാരം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ദിസ് ഈസ് ഐ തിങ്ക് നോട്ട് ഓൺലി ഫോർ പ്രീമിയം യൂസേഴ്സ്. പിന്നെ പുതിയൊരു ഗെയിം ഉണ്ട്, ജോൺ വിക്ക് PS5 വരാൻ പോവാണ് ഗെയിം. ദാറ്റ് ഈസ് ഐ തിങ്ക് ഗ്രേറ്റ് ന്യൂസ് ഫോർ ഗെയിമേഴ്സ്. ഞാൻ എൻ്റെ അടുത്ത് PS5 ഒന്നുമില്ലാതെ ഞാൻ കളിക്കില്ല. ഞാൻ ഇപ്പോൾ കളിക്കില്ല. ഐ തിങ്ക് ഈ ഫുട്ബോളാണ് ഞാൻ കളിക്കുന്നത്. അതിനൊന്നു. പിന്നെ ഇന്നിപ്പം പഠിച്ച കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ C ആയിരുന്നു നോക്കിയിരുന്നത്. ഐ തിങ്ക് ഞാൻ ഇപ്പോൾ ജാവ നോക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്സ്, വാരിയബിൾസ് മീൻസ് ജസ്റ്റ് സ്റ്റോറിങ് എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് ചെയ്ത വാരിയബിൾ നെയിം. അതിലിപ്പോൾ ലിറ്ററൽസ് എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈക്വൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഇൻപുട്ട് ആയിട്ട് എടുക്കുക. ജസ്റ്റ് അതേയുള്ള വാരിയബിൾ. ഡാറ്റ ടൈപ്പിൽ മെയിനായിട്ട് ഇപ്പോൾ ഡിഫറൻസ് വെച്ചാൽ ഇപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വാല്യൂ ഫ്ലോട്ട് എന്നിട്ടൊരു വാല്യൂ എടുക്കുമ്പോൾ അതിലെന്ന് വെച്ചാൽ വാല്യൂവിനേറ്റത് F എന്ന് കൊടുക്കണം. ബിക്കോസ് ഡിഫാൾട്ട് വെച്ചാൽ പോയിൻ്റുള്ളൊരു സംഖ്യ എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക ഡബിൾ എന്നുള്ള വാല്യൂ ആയിട്ടാണ് കൂട്ടാം. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടാണെങ്കിൽ വെച്ചാൽ ഫ്ലോട്ട് ഉണ്ടാവുന്ന വ്യത്യാസം വെച്ചാൽ ഫ്ലോട്ട് ഐ തിങ്ക് 4 byte ആണെങ്കിൽ ഡബിൾ 8 bytes ആണ്. ഈ ജാവയിൽ എന്താ പറയുക ഡാറ്റ ടൈപ്സിൽ ഡിഫാൾട്ടായിട്ട് ഡബിളാണ് വരിക. ഇതാ കൂടുതൽ അക്യുറേറ്റുള്ള ആൻസറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടായിട്ട് കൊടുക്കുമ്പോൾ F എന്ന് കൊടുക്കണം. പിന്നെ ലോങ്ങിൽ L എന്ന് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇൻഡിജർ തന്നെ നമ്പർ ഇപ്പോൾ B വെച്ച് കൊടുത്താൽ വെച്ചാൽ ബൈനറി അങ്ങനത്തെ കൊടുക്കാൻ പറ്റും. പിന്നെ X കൊടുത്താൽ ഹെക്സാഡെസിമൽ വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. പിന്നെ ക്യാരക്ടർ സിംഗിൾ കോട്ട് കൊടുക്കണം. ക്യാരക്ടർ തന്നെ നമ്മൾ സിംഗിൾ കോഡിലൊരു A കൊടുത്ത് വിചാരിച്ചോ, അതിപ്പോൾ C എന്നുള്ളൊരു വാരിയബിൾ A സ്റ്റോർ ചെയ്ത്, അപ്പോൾ C++ അല്ല, ഇപ്പോൾ ഒരു A എന്നുള്ള വാരിയബിളിൽ ഈക്വൽ ടു C എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ സേവ് ചെയ്തിട്ട് A++ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് അത്
ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരികയെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആൽഫബറ്റ് അതാ വരിക. അങ്ങനത്തെ കുറച്ച് സംഭവമുണ്ട്. അതാണ് സിന്ന് ഇപ്പോൾ ജാവയിൽ തമ്മിൽ വലിയ വ്യത്യാസമുള്ളത്. പിന്നെ കുറച്ച് എന്താ പറയുക ഓപ്സ് കോൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ കവർ ചെയ്തിട്ടില്ല. ഐ തിങ്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ കാൽക്കുലേഷൻസ് പ്ലസ് മൈനസ് ഒക്കെ അതുകൊണ്ട്. പിന്നെ പ്ലസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഔട്ട്പുട്ട് എടുക്കും പ്ലസ് എന്ന് കൊടുത്തിട്ട് എന്താ പറയുക രണ്ടും ഒരുമിച്ച് വരാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. അത് ഐ തിങ്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ട് പറയാം. പിന്നെ ഉള്ളത് ഇഫ് എൽസ് പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഏകദേശം എന്താ പറയുക സിയിലുള്ള തന്നെയാണ് ജാവയിലുള്ള. ഇപ്പോൾ സിയിൽ ഇപ്പോൾ ജാവയിലേക്ക് മാറും മെയിനായിട്ട് പഠിക്കാനുള്ള ഈ ഡാറ്റ ടൈപ്സിൽ ചില സ്റ്റോർ ചെയ്യുമ്പോൾ ചില ഡിഫറൻസ് ഉണ്ട്. പിന്നെയുള്ളൊരു ചേഞ്ച് എന്ന് വെച്ചാൽ സിസ്റ്റം ഇൻപുട്ട് എടുക്കുന്നതോ ഔട്ട്പുട്ട് എടുക്കുന്നതോ എന്നാന്ന് വെച്ചാൽ കുറച്ച് സിയിലൊക്കെ പോലെയുള്ള അത്ര സിമ്പിളായിട്ടുള്ള സംഭവമല്ല. അതൊന്ന് പഠിക്കാനുണ്ട് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുക. അത് പബ്ലിക് പ്രൈവറ്റ് എന്ന് പറയുക പ്രൊട്ടക്റ്റഡ് അങ്ങനെ 3 ടൈപ്പ് ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് അതിൽ ഫസ്റ്റ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുക. ദെൻ അതിൻ്റെ ഉള്ളിലുള്ള ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നിട്ട് ബ്രാക്കറ്റിൽ സ്ട്രിങ് എന്നിട്ട് ഒരാറെ ഡിക്ലെയർ ചെയ്യുക. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ ഇന്ന് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നാളത്തേക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ സിസ്റ്റം ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ ചെയ്യുന്ന ഈ ജാവയിൽ എങ്ങനെയാണെന്ന് കറക്റ്റ് നോക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എന്ത് പ്രോഗ്രാം ആയാലും. ഇൻപുട്ട് എടുക്കാനുണ്ടാവും ഔട്ട്പുട്ട് കൊടുക്കാനുണ്ടാവും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് നോക്കാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എടുക്കുമ്പോൾ സിസ്റ്റം ഡോട്ട് ഇൻ അതിൽ വേറെയുള്ള മെയിനായിട്ടുള്ളൊരു കീവേഡ് എന്നല്ല മെയിനായിട്ടുള്ള വേർഡ് കീവേഡാണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല. മെയിനായിട്ടുള്ള വെച്ചാൽ എന്താ പറയുക സ്കാനർ എന്നൊരു സംഭവമുണ്ട്. പിന്നെ ഔട്ട് ചെയ്യാൻ സിസ്റ്റം ഡോട്ട് ഔട്ട് എന്നുള്ള സംഭവമുണ്ട്. ഐ തിങ്ക് ജാവയിൽ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു ഇതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ. ഇൻപുട്ട് എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഔട്ട് ചെയ്യുന്നത് ഏകദേശം ഓക്കെയാണ്. എനിക്ക് പഠിക്കാൻ മനസ്സിലാക്കാനുള്ളത് ഇതാണ്. പിന്നെ ലോജിക്കൊക്കെ വെച്ചാൽ ഐ തിങ്ക് എല്ലാ പ്രോഗ്രാമിനും സെയിം ആണ്. ഇഫ് എൽസ് ഒക്കെ അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും പിന്നെ ലോജിക്കാണ് പിന്നെ ഇമ്പ്രൂവ് വേണ്ടത്. ഇപ്പം മെയിനായിട്ട് ഇപ്പം എനിക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ ഇൻപുട്ട് എടുക്കാനുള്ള കറക്റ്റ് മനസ്സിലായിട്ടില്ല. അത് നോക്കണം. പിന്നെ ഓൾസോ ജാവ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ജാവ ഇസ് വെരി നൈസ് ലാംഗ്വേജ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം എന്നറിയാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് നോക്കുന്നതെന്ന് വെച്ചാൽ ഐ എം സോ എക്സൈറ്റഡ് ടു ലേൺ ജാവ. ഇപ്പം എനിക്കൊരു ഒരു ടെൻഡൻസി ഉണ്ട് ജാവ ഒന്ന് പഠിച്ച് സെറ്റ് ആക്കണം. ജാവ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉപകാരം ഉണ്ടാകും. ബിക്കോസ് ഇപ്പോൾ ഓപ്സ് ബേസ്ഡ് ആയിട്ടാണ് മൊത്തം പ്രോഗ്രാം ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ ജാവ ഐ തിങ്ക് ജാവ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ ടുഡേ കോഡിംഗ് ഒക്കെ പറയുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സീൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ എന്താ പറയുക ഓയിസിൻ്റെ ഒക്കെ ആണല്ലോ. ഈ സ്ഥലത്തൊക്കെ ബേസിലൊക്കെ എന്തായാലും സി ഉപയോഗിക്കാം. സി ഒക്കെ ഓക്കെ ആണ്. ബേസൊക്കെ ഓക്കെ ആയാൽ പിന്നെ ഇപ്പം എന്താ പറയുക കോഡിങ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചില എല്ലാത്തിനും ബേസ് പഠിച്ചാൽ മതി. പിന്നെ ലോജിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടുള്ളൂ. അനിയിട്ട് നോക്കേണ്ടിയിട്ടില്ല. ജാവ അങ്ങനെ പഠിക്കണം. പിന്നെ ഇന്നത്തെ വെച്ചാൽ ഇന്ന് കുറേ പിന്നെ നമ്മളെ തേർഡ് ഇയേഴ്സ് കോളേജിൽ നിന്ന് പോവാണ്. തേർഡ് ഇയേഴ്സിൽ 1-2 ആൾക്കാർ നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഐ തിങ്ക് അത് പോകുന്നതിന് സങ്കടമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ലാപ്പ് എടുക്കേണ്ട ഒരു ഓട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജാവ പഠിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പം ഞാൻ ബേസ് നോക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബേസ് മാത്രം നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ലോജിക്കൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിലും എന്ന് വെച്ചാൽ പ്രോഗ്രാമും ഒക്കെ ചെയ്ത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയാലാണ് നടക്കും. അതിൻ്റെയും കൂടി ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. ലാപ്പും ഇപ്പോഴാണിപ്പോൾ ലാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് തിരിയുന്നേക്കാം വേണ്ട പറഞ്ഞത്. അത് ശരിയാക്കാണ്ട് ഇപ്പം നാളത്തേക്ക് ഇനിയും ഇപ്പം പഠിക്കാനുള്ളതാണ് ഐ തിങ്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഓൾസോ ഇപ്പം ഈ വെച്ചാൽ ഇപ്പോൾ ഇടേണ്ട വീഡിയോയിൽ സ്ട്രക്ചർ കോഴ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇടണം. അതിലിപ്പം ഞാൻ ഏകദേശം പഠിച്ചത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ടെക് ന്യൂസ് ഇതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് ഇപ്പം മെയിനായിട്ട് ഇപ്പം
ജനറൽ ന്യൂസ് എന്തെങ്കിലും പറയണം. ഐ തിങ്ക് ടെക് ന്യൂസും ഒരു ചാനലിൽ അങ്ങ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഓക്കെ ആണല്ലോ. തിങ്ക് ഇപ്പം ഏകദേശം രാത്രി 2-2:30 ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അല്ല, പിന്നെ കോളേജിൽ ഇപ്പോൾ ബിസോൺ പ്രോഗ്രാമൊക്കെ ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായപ്പോൾ കാണാനൊക്കെ പോയിട്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ വീഡിയോ വേണ്ടിയാണ്. ഐ നീഡ് സം സ്ലീപ്പ്. നാളെ ഇപ്പം ഫാസ്റ്റിംഗ് എടുക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ.